സാധാരണ പൗരനായിരുന്നു. ഇത്തവണ ഈ പൂരത്തിൽ പങ്കെടുക്കുമ്പോൾ MP ആണ്, തൃശ്ശൂരിന്റെ മന്ത്രിയാണ്. എന്തോ കഴിഞ്ഞ കുറേ വർഷങ്ങൾ, ഏകദേശം ഒരു 4-5 വർഷങ്ങളായിട്ട് തന്നെ ഒരു സാധാരണ പൗരനായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഓഗസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞത് റിങ്ങിൻ്റെ മന്ത്രിയല്ല, റിങ്ങോട് മുഴുവൻ ജനങ്ങളും നടത്താവുന്ന പരിധി നിശ്ചയിക്കാൻ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടത്തിന് അതിൻ്റെ നിർദ്ദേശം നൽകാൻ പോവുകയാണ്. 4-ാം തീയതി പാർലമെന്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ഇന്നലെ 2-ാം തീയതി തീരുമാനമുണ്ട്. അന്ന് രാത്രിയാണ് ഒരു സംസ്ഥാനത്ത് വെടിക്കെട്ട് 18 പേര് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി കോടതിയോ പരിധിയിൽ ശക്തി കൂടും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണോ നിങ്ങൾ ഈ ഇളവ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പുതിയ അമെൻമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആരും ഇത് കാണാൻ പാടില്ല, ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമാണ്. സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ചില ഇളവുകൾ പിന്നീട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഭരണകൂടത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇളവുകൾ വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായ വളരെ അച്ചടക്കത്തോടെ ഭക്തജനങ്ങളായാലും ഇതിൻ്റെ ആസ്വാദകരായാലും നല്ലൊരു പൂരം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇളവുകൾ കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇന്നലെ ചെറിയൊരു വണ്ടി ചെറിയൊരു ഇല്ല, അത് ഇല്ല, സ്വാഭാവികതയും കുറച്ചുമില്ല. അഡ്വക്കേറ്റ് രാജൻ അവർ, വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മേഡം, തൃശ്ശൂരിന്റെ MLA ബാലചന്ദ്രൻ അവർ,
ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ അവർ, ബഹുമാനപ്പെട്ട മേയർ ശ്രീ എം കെ വർഗീസ് അവർ, സ്വാമി സദ്ഭവാനന്ദ, സ്വാമി നന്ദനാത്മജാനന്ദ, അതുപോലെ മുൻ മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാജൻ, കളക്ടർ വെങ്കിടേഷ് IAS, സിറ്റി അർജുൻ പാണ്ഡ്യൻ IAS, സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ഇളങ്കോ IPS എന്നിവർ എത്തിയിട്ടുണ്ട്. ADM മുരളി അവർ, അതുപോലെ ഞങ്ങളുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഡോക്ടർ PB ഗിരിദാസ്, ഇവരെയെല്ലാം പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ആദ്യമായി ഷോൾ അണിയിക്കുന്നു. ബഹുമാനപ്പെട്ട MP സുരേഷ്, അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് രാജൻ അവരുടെ ഷോൾ അണിയിക്കുന്നു. പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മേഡത്തെ ഷോൾ അണിയിക്കുന്നു. ക്യാമറ പൊക്കല്ലേ അതെ തൃശൂരിന്റെ മേയർ ശ്രീ M K വർഗീസ് അവരെ ഷോൾ അണിയിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ അവരെ ഷോൾ അണിയിക്കുന്നു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS അവരെ ഷോൾ അണിയിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ഇളങ്കോ IPS അവരെ ഷോൾ അണിയിക്കുന്നു. ADM ശ്രീ മുരളി സാറിനെ, മുൻ മന്ത്രി ശ്രീ VS സുനിൽകുമാർ, ശ്രീരാമകൃഷ്ണൻ ആശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദജി, താഴ്ത്താൻ പറ്റും. വിളിക്കണം, നീ പോയ വേഗം. കുറച്ചായി സൈഡ് ഇത്തിരി ബാക്ക് ഇറങ്ങും. ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങും, ഒന്ന് ബാക്കിലേക്ക് വേണോട്ടോ, ഒന്ന് ബാക്ക് വരാം. ഡോക്ടർ കുറച്ച് സൈഡായി. നന്ദേട്ടാ കാണില്ല, മുഖം കാണില്ല. ഗിരി ഡോക്ടർ ക്യാമറ ചേട്ടാ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ പോയി.
രാജേഷേട്ടാ അടുത്തതായി ചമയ ശില്പികൾക്ക് ഉപഹാര സമർപ്പണമാണ്. അത് വാങ്ങിക്കാൻ വരുന്നവരെ ഒന്ന് ഇങ്ങോട്ട് കടത്തി വിടുന്നേ. രണ്ട് ഭാഗത്തുനിന്നും വരുന്നുണ്ടാവും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ അനി ഒന്ന് മുൻവശത്തേക്ക് വരണം. ഉപഹാരം നൽകുന്നവര് ഫോട്ടോ എടുക്കാനായിട്ട്. നമുക്ക് രേഖകളിൽ സൂക്ഷിക്കാനുള്ളതാണ്. അപ്പൊ അനി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ശില്പികളുടെ ഫോട്ടോ എടുക്കാനായിട്ട് ആദ്യമായി ഒരു സ്വർണോപഹാരമാണ് നൽകുന്നത്. പാറമേക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 30 കൊല്ലം സർവീസായി അദ്ദേഹത്തിന്. ഗോകുലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 30 കൊല്ലം ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തികളും ചെയ്ത് അദ്ദേഹത്തിന് കഴിഞ്ഞ 10 വർഷത്തിന് മീതെ ഈ സമയ ചുമതലയാണ്. അപ്പോൾ ഈ സമയത്തിന്റെ സൂക്ഷിപ്പും ചുമതലയൊക്കെയുള്ള ഗോകുലിനെ സ്വർണോപഹാരം നൽകി പാറമേക്കാവ് ദേവസ്വം ആദരിക്കുന്നു. അടുത്ത രണ്ട് വിശിഷ്ട വ്യക്തികളെ നമ്മൾ നൽകി ഇത് സാധ്യമാക്കുന്ന തരത്തിൽ ഒരുപക്ഷെ പൂരത്തിന് പോലും ആന എഴുന്നള്ളത്തിന് ശക്തമായ കോടതിയുടെ ചെയ്യുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ ആദരവ് അദ്ദേഹത്തിന് അർപ്പിച്ചത്. താങ്ക് യു. വലിയൊരു കയ്യടി കൊടുക്കണം. നമ്മൾ ഈ പൂരം ഇന്നിപ്പോ ഇവിടെ നടക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു സഹായം ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അത് നമ്മുടെ ഗിരിദാസ് അവർകളാണ്, ഡോക്ടർ ഗിരിദാസ്. അദ്ദേഹം പറയുകയാണെങ്കിൽ 30 വർഷത്തിൽ മീതെയായി ഈ പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരായ കൈമൾ സാറിനെയും പണിക്കർ സാറിനെയും ഈ നിമിഷം നമ്മൾ ഓർത്തു പോവുകയാണ്. അവരുടെ കൂടെ നടന്ന് ആന ചികിത്സകനായി നമ്മുടെ ദേവസ്വത്തിന്റെ ഒപ്പം ഇപ്പൊ ഇന്ന് മുതൽ ആൾക്ക് റെസ്റ്റ് ഇല്ല. പൂരത്ത് കഴിയുന്നവരെ ഈ ആനകളുടെ ചികിത്സയും ആനകളുടെ ടെസ്റ്റിംഗ് ഒക്കെ ആയി നടന്ന് നമ്മുടെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹമാണ് ഗിരിദാസ് സാർ. അതിന് മാത്രമേ ഒരു മുൻതൂക്കം നൽകാൻ സാധിക്കും. അത് ജനങ്ങളുടെ സേഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അച്ചടക്കത്തോടെ ഒരു അഹിതങ്ങളും ഒരു അപകടങ്ങളും സംഭവിക്കാതെ എല്ലാ ആഘോഷങ്ങളും നടക്കണമെന്ന് പറയുന്ന നിർബന്ധം എല്ലാ സർക്കാരുകൾക്കും ഉണ്ടാകും. പക്ഷെ ഇത് കോടതിയെ പൂർണ്ണമായി സത്യസന്ധമായി ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കേരളത്തിൽ മുഴുവൻ ആന എഴുന്നള്ളത്തിന് ഒരുപക്ഷെ ഈ MR അഭിലാഷിന് നിയമപരമായി സാങ്കേതികമായി അദ്ദേഹത്തിന് ശക്തമായ ഇടപെടൽ നടത്താനും ഇത് സാധ്യമാക്കാനും സാധിച്ചെങ്കിൽ അതിന് വേണ്ടുന്ന ആനകളെ സംബന്ധിച്ച്, ആന പെരുമാറ്റത്തെ സംബന്ധിച്ച്, ആനയെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ചൂഷണം ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് ഒരു അപ്പർ ലൈനുണ്ട്. ആ അപ്പർ ലൈൻ വരെ കൊണ്ടുചെന്ന് കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സാങ്കേതികമായ വെറ്റിനറി സയൻസ് എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് ശ്രീ ഡോക്ടർ ഗിരിദാസും MR അഭിലാഷിന് ശക്തമായ പിന്തുണ നൽകി എന്നുള്ളതാണ് ഒരു പക്ഷേ ഇനി കേരളം ആനയെഴുന്നള്ളതിൻ്റെ കാര്യത്തിൽ ഡോക്ടർ ഗിരിദാസിനെ നോക്കേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതാണ് നന്മകളും സാറിന് നല്ലൊരു കയ്യടി.
കഴിഞ്ഞ വർഷം തൊട്ട് പാറമേക്കാവ് ദിവസം ഒരു പുതിയ സംരംഭം കൂടി തുടങ്ങിയിരിക്കുകയാണ്. പൂരത്തോടനുബന്ധിച്ച് നമ്മൾ മെഡിമിക്സുമായി ചേർന്ന് കുറച്ചു പേർക്ക് ധനസഹായം, ആവശ്യരായ കുറച്ചു പേർക്ക് ധനസഹായം നൽകുന്നുണ്ട്. 5 ലക്ഷം രൂപയാണ് വിവിധ 11 പേർക്കായി വീതിച്ചു നൽകുന്നത്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനൊപ്പം തന്നെ അവർക്കൊരു വഴി ഉണ്ടാക്കി കൊടുക്കണം. ഈ തിരക്ക് കൂട്ടി വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടതിൽ, അപ്പൊ ഒന്ന് വഴി കൊടുക്കണം. ആദ്യമായി കൃഷ്ണൻകുട്ടി KK അദ്ദേഹത്തിന് കൊടുക്കുന്നത് 50,000 രൂപയാണ്. കൃഷ്ണൻകുട്ടി. ഇന്ദിര T. ഏത് ചാനൽ? സന്തോഷ്. ഇന്ദിര T. അനിത CB. ശാന്തകുമാരി K. നന്ദി പറയുന്നതിന് വേണ്ടി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ശ്രീ G രാജേഷ് അവരെ ക്ഷണിച്ചോളൂ. ബഹുമാന്യരെ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒത്തുകൂടിയത് പാറമേക്കാവ് വിഭാഗത്തിന്റെ സമയപ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഈ 25 തൃശ്ശൂർ പൂരം അതിഗംഭീരമാവാനും സേഫായിട്ടൊരു പൂരമാവാനും നിങ്ങളോട് എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കേന്ദ്രമന്ത്രി ശ്രീ ബിന്ദു മാഡം, ശ്രീ സുനിൽകുമാർ, ശ്രീ രാജേഷ്, ഡോക്ടർ ഗിരിദാസ്, വേണുവേട്ടൻ, ഈ ഒരു സാഹചര്യത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സ്നേഹം, ആതിഥേയത്വം, സംസ്കാരം എന്നീ വാക്കുകൾക്ക് മലയാളത്തിൽ ഒരു സ്ഥല പര്യായം ഉണ്ടെങ്കിൽ അത് തൃശ്ശൂർ എന്ന് നിസ്സംശയം പറയാൻ കഴിയും. എന്ന് മാത്രമല്ല, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വലിയ സാംസ്കാരിക സ്പന്ദനം നിലനിർത്തുവാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ചെറിയ നിയോഗമായി വർത്തിക്കാൻ കഴിഞ്ഞു എന്നതെന്റെ ജന്മത്തിന്റെ സുഹൃതമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. നൂറ്റാണ്ടുകളായി നിലനിന്നു പോകുന്ന തൃശ്ശൂർ പൂരവും അതിൻ്റെ ഏറ്റവും വലിയ മാസ്മരികതയായ ആന എഴുന്നള്ളിപ്പും ഒരു തരത്തിലും നിന്നും പൊയ്ക്കൂണ്ട എന്നുള്ള ആ ഒരു വിശ്വാസം, അത് എനിക്ക് തരാൻ എന്നെ അതിന് പ്രാപ്തമാക്കിയത്, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ എന്ന് പറയുന്നത് വെറും സ്റ്റേ മാത്രമല്ല. തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന, കോടതിയുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒരു സ്പീക്കിംഗ് ഓർഡർ തന്നെയാണ്. ഈ വ്യവഹാരത്തിന്റെ ഭാവിയും നിർണയിക്കപ്പെട്ട ഒരു ഉത്തരവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തൃശ്ശൂർ പൂരം ഒരു തടസ്സവുമില്ലാതെ അനന്തകാലത്തോളം നമ്മുടെ സാംസ്കാരിക സ്പന്ദനമായി നിലനിന്നു പോകുവാൻ അതിനെ പ്രാപ്തമാക്കുന്ന ഊർജം അതിനുണ്ട്. ഒരു കോടതിക്കും ഒരു നിയമവ്യവസ്ഥയ്ക്കും ഒന്നും തന്നെ ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ നമ്മുടെ എല്ലാം സമാഹിത സ്വത്തായ ഈ പൂരത്തിന്റെ ഒഴുക്കിനെ, അതിന്റെ നടത്തിപ്പിനെ തടയുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ വടക്കുംനാഥന്റെയും തിരുവമ്പാടി പാറമേക്കാവ് ദേവസങ്കല്പങ്ങളുടെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ള കാലാളുകളുടെയും മാത്രം ശക്തിയാണ്. കോടതിക്കോ അതിനുവേണ്ടി പ്രവർത്തിച്ച, അതിന് കോടതിയെ അസിസ്റ്റ് ചെയ്ത അഭിഭാഷകനുമായ എനിക്ക് ഇതിനകത്ത് റോളില്ല. അതിൽ ഒരു കാര്യം ഞാൻ എൻ്റെ അവസാന വാക്കായി പറയുവാൻ നിലനിൽക്കുക, നിങ്ങൾ ആനകളെ ഉപദ്രവിക്കുകയല്ല, ആനകളെ സ്നേഹിക്കുകയാണ് എന്ന് മാസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഗിരിദാസുമായിട്ട് സമ്പർക്കം ചെയ്തതിലൂടെ, ശ്രീ രാജേഷുമായിട്ട് സംസാരിച്ചതിലൂടെ ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ ആന എഴുന്നള്ളിപ്പ് ഉണ്ടാകരുത് എന്ന രീതിയിൽ ശക്തമായ കാഴ്ചപ്പാടുകൾ, കോടിക്കണക്കിന് രൂപയുടെ അണ്ടർലൈൻ ഫണ്ടുകളോടുകൂടി
കോടതിയിൽ ഇതിനുവേണ്ടി വാദിക്കാൻ ആൾക്കാർ വരുന്നു, NGO-കൾ എങ്ങനെ ഇറങ്ങുന്നു എന്നതിനെക്കുറിച്ചൊക്കെ, ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്തായാലും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈ ഒരു സന്നിധിയിൽ ഞാൻ വടക്കുംനാഥന്റെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചായ പ്രദർശനം 10 മണിക്ക് 11 മണി തൊട്ട് ആരംഭിക്കും. രാത്രി 10 മണി വരെ തുടരും. നാളെ രാവിലെ 9 മണി മുതൽ ഏകദേശം 11 മണി വരെയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ സൗന്ദര്യമ്പോഴൊക്കെ വന്ന് കാണാം. വരി നിൽക്കാതെ കാണാം. ഇന്ന് വന്നാൽ വരി നിൽക്കാതെ കാണാം. ഞാൻ എടുത്തയച്ചു തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഹോളിനകത്ത് കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്നു നിന്നാണ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹോളിനകത്ത് കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. പ്രദർശനം ആരംഭിച്ചിട്ടില്ല. 15 മിനിറ്റിനുള്ളിൽ വീണ്ടും ആരംഭിക്കുന്നതാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.